കൊച്ചി രാജവംശത്തിൻ്റെ ആസ്ഥാനമാണ് തൃപ്പൂണിത്തുറ. രാജവംശത്തിൻ്റെ കുലദേവതകൾ മറ്റൊരിടത്താണെന്ന് പറയാറുണ്ടെങ്കിലും കൊച്ചി രാജ്യത്തിൻ്റെയും രാജകൊട്ടാരങ്ങളുടെയും ആപൽ ബാന്ധവനും ഐശ്വര്യ പ്രതീകവുമായി ഐതിഹ്യഗാഥകളിലും ചരിത്രത്തിൻ്റെ ഏടുകളിലും ഇടം പിടിച്ചിട്ടുള്ളത് തൃപ്പൂണിത്തുറ എന്ന രാജനഗരിയുടെ കൺകണ്ട ദേവനായ പൂർണ്ണത്രയീശനല്ലാതെ മറ്റാരുമല്ല. ക്ഷേത്രങ്ങൾക്കും ഉത്സവങ്ങൾക്കും പഞ്ഞമില്ലാത്ത നാടാണ് തൃപ്പൂണിത്തുറ. താമരംകുളങ്ങരയും കണ്ണൻകുളങ്ങരയും ചക്കംകുളങ്ങരയും പള്ളിപ്പറമ്പ് കാവും പുതിയ കാവും മരടും തൊട്ടടുത്തായുള്ള ചോറ്റാനിക്കരയും അടക്കം ഈ മണ്ണിൽ പേരുകേട്ട ക്ഷേത്രങ്ങളും പുകഴ്പെറ്റ ഉത്സവങ്ങളും നിരവധിയാണ്. പക്ഷെ എല്ലാ നാഥന്മാർക്കും നാഥനായ നാഥൻ ഏതെന്ന് തൃപ്പൂണിത്തുറക്കാരോട് ചോദിച്ചാൽ അവർക്കത് അവരുടെ വല്യമ്പലം എന്ന പൂർണ്ണത്രയീശ ക്ഷേത്രവും, എല്ലാ ഉത്സവങ്ങൾക്കും മേലെയുള്ള ഉത്സവം ഏതെന്ന് ചോദിച്ചാൽ അത് വൃശ്ചികോത്സവവുമാണ്. ദൈവത്തിൻ്റെയും ഉത്സവങ്ങളുടെയും സ്വന്തം നാടെന്ന് നമ്മൾ പച്ചപ്പരിഷ്കാരി മലയാളികൾ തന്നെ പെരുമ്പറ കൊട്ടി പ്രഖ്യാപിക്കുന്ന ഈ മലയാള മണ്ണിൽ കടന്നുപോകുന്ന ഓരോ മുക്കിലും മൂലയിലും ചിലപ്പോൾ മൈക്ക് വെച്ച് കെട്ടി ലോകത്തിനു വേണ്ടി ഉറക്കെ പ്രാർത്ഥിക്കുന്ന ക്ഷേത്രങ്ങളുണ്ടാവും, ഉത്സവങ്ങളുമുണ്ടാവും. കരിമരുന്ന് പ്രയോഗങ്ങളിലൂടെ അല്ലെങ്കിൽ ഉത്സവം വന്നെന്ന് നാട്ടാരെ അറിയിക്കുന്ന ആ തെങ്ങേൽ മൈക്ക് കെട്ടിപ്പാട്ടുകളെ വേണ്ടവർക്ക് ശ്രദ്ധിക്കാം, വേണ്ടാത്തവർക്ക് ശ്രദ്ധിക്കാതിരിക്കാം. പക്ഷേ ക്ഷേത്രം പൂർണ്ണത്രയീശൻ്റെ വല്യമ്പലവും ഉത്സവം വൃശ്ചികോത്സവവുമാകുമ്പോൾ നമ്മൾ മലയാളികൾ അറിഞ്ഞോ അറിയാതെയോ പൂർണ്ണത്രയീശനോട് കടപ്പെട്ടിരിക്കുന്നു എന്നതാണ് വാസ്തവം. വിശേഷിച്ചും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ ഷൊർണൂർ കൊച്ചി തീവണ്ടിപ്പാതയിലൂടെ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ പൂർണ്ണത്രയീശനും കൊച്ചി രാജവംശത്തിനും മുന്നിൽ നാം ശിരസ് നമിച്ചേ പറ്റൂ. ഇന്ന് നാം ക്ഷേത്രോത്സവങ്ങളിൽ കാണുന്ന നെറ്റിപ്പട്ടങ്ങളുടെയും സ്വർണ്ണക്കുടകളുടെയും ഒക്കെ തിളക്കം വെറും പുറംപൂശലിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതാണെങ്കിൽ പൂർണ്ണത്രയീശൻ്റെ 15 ആനകളുടെയും നെറ്റിപ്പട്ടങ്ങളെല്ലാം തനി തങ്കം തന്നെയായിരുന്നു. അതിൽ നിന്നും ദേവന്റെ സ്വത്തിൽപ്പെടുന്ന 14 സെറ്റ് സ്വർണ്ണ തലേക്കെട്ടുകൾ വിറ്റുകിട്ടിയ പണം കൊണ്ടാണ് കൊച്ചി രാജാവ് ഷൊർണൂർ കൊച്ചി തീവണ്ടിപ്പാതയുടെ നിർമ്മാണം പൂർത്തിയാക്കിയത്. അതെ, വിണ്ണിലിരുന്ന് വരപ്രസാദങ്ങളേകുന്ന ദൈവങ്ങളുടെ പതിവ് പാത വിട്ട് മണ്ണിലെ മനുഷ്യൻ്റെ പ്രശ്നങ്ങളിലേക്കും ജീവിത സഞ്ചാര ക്ലേശങ്ങളിലേക്കും നേരിട്ടിറങ്ങി വന്ന ആദർശതയും സർവവും സ്വർണ്ണമയമായ വിസ്മയ ഉത്സവ കാഴ്ച എന്നതിനപ്പുറം തൃപ്പൂണിത്തുറ വൃശ്ചികോത്സവത്തിന് ചരിത്രത്തിൻ്റെ ഏടുകളിൽ ചിരപ്രതിഷ്ഠ നേടിക്കൊടുത്ത മറ്റൊരു മാഹാത്മ്യം എന്തെന്ന് ചോദിച്ചാൽ അത് അന്നും ഇന്നും ഈ വിസ്മയ ആഘോഷത്തിന് എത്തിച്ചേരുന്ന അണിനിരക്കുന്ന ആനത്താരങ്ങളുടെ അപൂർവ സംഗമം തന്നെ.